ഗുഡ് മോർണിംഗ്. നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തരുന്നതുമായ റോസാ ചെടി ഈ മഴക്കാലത്ത് നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം, മഴക്കാലത്ത് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നിറയെ പൂക്കൾ കിട്ടാനും വേണ്ടിയുള്ള 5 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഈ മഴ സമയത്ത് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന ഈ മഴയിൽ നിന്നും നമ്മുടെ ചെടിയെ ഒന്ന് മാറ്റി വെക്കണേ. ഈ മഴയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്നാൽ നമ്മുടെ ചെടിക്ക് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനവ് എപ്പോഴും ഈ വെള്ളത്തിൻ്റെ നനവ് ഇങ്ങനെ നിന്നിട്ട് നമ്മുടെ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകും. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നല്ലതാണ്, റോസ ചെടിക്ക് നല്ലതാണ്. നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴും ഉണ്ടല്ലോ ഈ ചെടിയുടെ ഇലകളിലൊക്കെ നമ്മൾ വെള്ളം നനയ്ക്കും. ആദ്യമായിട്ട് കിട്ടുന്ന മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ റോസ ചെടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല ഉഷാറാവും. പക്ഷേ ഈ മഴയൊന്നും അതുപോലെയല്ല. ഇതിങ്ങനെ ശക്തമായ മഴയാണ്, അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പം നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കണം. ഹോൾസൊക്കെ അടഞ്ഞിരിക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ പോട്ടി മിക്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ വെള്ളം കെട്ടിക്കിടഞ്ഞ് അതുപോലെ ചള്ളയായിട്ടിരിക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് നല്ലൊരു പോട്ടി മിക്സൊക്കെ കൊടുത്താൽ ചെടി ഒന്ന് ഉഷാറാവുമേ. നമ്മുടെ ചെടിയിലൊക്കെ കണ്ടോ ഇത്രയും പൂക്കളുണ്ട്, മൊട്ടുകളും ഉണ്ട്. കണ്ടോ കുറേ മൊട്ടുകൾ ഇങ്ങനെ വള്ളി റോസൊക്കെ കണ്ടോ നിറയെ മൊട്ടുകളായിരിക്കുന്ന കണ്ടോ. നമ്മളിവിടെ ബൊഗൈൻവില്ലയൊക്കെ വെച്ചിരിക്കുന്നിടത്ത് UV ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുമേ. മഴയില്ലാത്ത സമയത്ത് സൺലൈറ്റ് വരുമ്പോൾ ആ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടിയിൽ പൂക്കളും ഉണ്ടാവുമേ. നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് വെള്ളം വീഴുന്നില്ല, അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മൾ ദിവസം ഒരു നേരമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതിയേ. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നനച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചെടി കുഴപ്പമൊന്നുമില്ല. നല്ല വലിയ ചൂടൊന്നും അന്തരീക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. നമുക്ക് വെക്കാൻ പറ്റുന്നത് നമ്മുടെ വീടിൻ്റെയൊക്കെ സൈഡിലുണ്ടല്ലോ ഇറമ്പിടിയിൽ അവിടെ കൊണ്ട് നമുക്ക് വെക്കാം. ഇതുപോലെ ഷീറ്റോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചാലും നമ്മുടെ ചെടിക്ക് മഴ ഡയറക്റ്റ് കൊള്ളത്തുമില്ല, എന്നാൽ ചെറിയ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചു എങ്ങനെയാണ് മഴ കൊള്ളാതെയും പിന്നെ വെയിൽ കിട്ടുന്നിടത്ത് വെക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അത് നമുക്ക് ചില ചെടികളൊക്കെയാണ് പ്രശ്നം, അഡീനിയം, റോസ്, അതുപോലെ ബൊഗൈൻവില്ല, ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമ്മുടെ ചെടി നല്ല സേഫായിട്ടിരിക്കും. അപ്പോൾ ഈ വലിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെടികളെയൊക്കെ ഒന്ന് പുറത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേത് പിന്നെ മഴയത്തുനിന്ന് മാറ്റി നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മുടെ ചെടിക്ക് വളം കൊടുക്കുമ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങൾ കൊണ്ട് കൊടുക്കരുത്. ഒത്തിരി കൊഴുപ്പ് കൂടിയ വളങ്ങൾ, അതുപോലെ ജൈവവളങ്ങൾ ലിക്വിഡായിട്ടുള്ളതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതങ്ങോട്ട് അബ്സോർബ് ആകത്തില്ല. അതിൻ്റെ ചുവട്ടിൽ അതിങ്ങനെ കിടന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചെടിക്ക് ഒരു ചീയൽ രോഗം ഉണ്ടാകും. അതിൻ്റെ വേരൊക്കെ ചീഞ്ഞ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. ഈ മഴ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത് നല്ല ചൂട് സമയത്താണ്. വേനൽക്കാലത്ത് നല്ല വെയിലുള്ള സമയങ്ങളിലാണ് നമ്മൾ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാവുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, പൂക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്ന അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. ഉണങ്ങിയ കമ്പുകളെ, പൂമൊട്ടുകൾ, കരിഞ്ഞു നിൽക്കുന്ന പൂക്കളെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കണം. പിന്നെ നമ്മുടെ ഈ ഇലകളൊക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ ഇതുപോലെ മഞ്ഞ കളറായിട്ട് വന്ന് പഴുത്തൊക്കെ നിൽക്കുമേ. ആ ഇലകളെല്ലാം നമ്മൾ നുള്ളിക്കളയണം. ഇത് കണ്ടോ, ഇതെല്ലാം നുള്ളിക്കളയണേ, നുള്ളി മാറ്റണം. പിന്നെ ഈ സമയത്ത് നമുക്ക് ഹാർഡ് പ്രൂണിങ് കൊടുക്കാമേ. നന്നായിട്ട് ചെടീനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ കമ്പുകളെയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഹാർഡ് പ്രൂണിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്തിട്ടെല്ലാം നമ്മൾ സാഫ് പുരട്ടി കൊടുക്കണേ. നാലാമത്തെ പോയിന്റ്, നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ചെയ്തിടണം. ക്ലീൻ ചെയ്തിടാന്ന് പറഞ്ഞാൽ കളകളൊക്കെ എപ്പോഴും കയറി വരും. ആ കളകളെയൊക്കെ ഉണ്ടല്ലോ നമ്മളതെല്ലാം പറിച്ച് കളഞ്ഞ് ചെടിയുടെ ചുവട് നല്ല ഭംഗിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ ചുവട് കണ്ടോ, ഇതുപോലെ വൃത്തിയാക്കി ഇടണം. അപ്പോൾ കളകൾ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളകളാണ് നമ്മുടെ ചെടിയുടെ വളമെല്ലാം വലിച്ചെടുത്ത് നമ്മുടെ ചെടി അങ്ങ് ശോഷിച്ച് വരും, അല്ലെ പൂക്കൾ കുറയും.
പക്ഷേ പിന്നെ ഈ കളകളൊക്കെ നല്ല ശക്തി പ്രാപിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വന്ന് നോക്കണം. ഈ മഴയായിട്ട് കൂടുതലും അതുപോലുള്ള കളകളൊക്കെ കിളിച്ച് വരുമേ. പിന്നെ നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ആൻറ്റി ഫംഗൽ പൗഡർ യൂസ് ചെയ്യണം. നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കണം. നല്ല ഫ്രഷായിട്ട് നമ്മുടെ ചെടി കിളിച്ച് വരാനും. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നത് സൂഡോമോണസ് കൊടുക്കും, അതുപോലെ സാഫും കൊടുക്കും. സാഫ് ഒരു 2 ഗ്രാമൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സൂഡോമോണസ് ആണെങ്കിൽ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണാണ്. ആ 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ സ്പ്രെയർ ബോട്ടിൽ വെച്ചിട്ട് അരിച്ച് വേണം നമ്മൾ സ്പ്രെയർ ബോട്ടിൽ എടുക്കാനേ. അല്ലെങ്കിൽ നമ്മുടെ ഇത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിലൊക്കെ സ്പ്രേ ചെയ്താൽ നമുക്ക് അത് മാറി മാറി നമ്മൾ കൊടുക്കണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് കൊടുക്കുകയാണെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് മറ്റേത് കൊടുക്കാം. അങ്ങനെ 2 മാറി കൊടുക്കണം. പിന്നെ സൂഡോമോണസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരുമേ. ചുവട്ടിലും ഇതിൻ്റെ ഇലകളിലും ഒക്കെ കൊടുക്കുമ്പോഴല്ലോ ചെടിക്ക് ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ രോഗങ്ങളും മാറി കിട്ടും. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള 5 പോയിന്റ്. പിന്നെ ഞാൻ കൊടുക്കുന്ന വളം ഇതുപോലെ പൂക്കൾ വിടണമല്ലോ. നമ്മുടെ ചെടിക്ക് നല്ല നിറയെ പൂക്കൾ, നമ്മുടെ ഗാർഡനിൽ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങൾ, കെമിക്കലല്ല നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതൊന്ന് സ്റ്റെറാമീലാണ്. നമുക്കറിയാം ഇതിനകത്ത് എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആവാൻ വേണ്ടി നമുക്ക് ഇത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുണ്ടല്ലോ നിറയെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു വളമാണ്, ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു. സ്റ്റെയിൻസ് എന്നാണ് ഇതിൻ്റെ പേര്, കണ്ടോ. അപ്പോൾ ഈ വളം ഉണ്ടല്ലോ ഇതും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ്. അതുകൊണ്ട് ചെടിക്ക് ഒരു പ്രശ്നവും ഇല്ല. ചെടി നല്ല ഹെൽത്തി ആകും, നിറയെ പൂക്കളും ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് 1 സ്പൂണോ, ചെടി വലിയ ചെടിയാണെങ്കിൽ 2 സ്പൂണൊക്കെ ഇടാം. ഇതും അതുപോലെ 2 സ്പൂണൊക്കെ ഇടാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇച്ചിരി കൂടിയതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് കണ്ടോ സ്റ്റെറാമിൽ ഇട്ട് കൊടുക്കാമേ. നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുമ്പം ചട്ടിയോട് ചേർത്തേ ഇട്ട് കൊടുക്കാവുള്ളൂ, ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കരുതേ. ഇതാണ് കണ്ടോ സ്റ്റെയിൻസിൻ്റെ വളം. ഇതുപോലെ ബ്ലാക്കാണേ, കരി പോലെ ഇരിക്കും. കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചത് ഒത്തിരി നല്ലതാണ് റോസ് ചെടിക്ക്. ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്റ്റെയിൻസിൻ്റെ വളം. കണ്ടോ, ഇട്ട് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ കളർ. കണ്ടോ, ബ്ലാക്ക് കളറാണ്. ഇതാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് മിക്കവാറും എല്ലാ ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം, ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാമേ. ഓൾമോസ്റ്റ് എൻ്റെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതുപോലെ ഇങ്ങനെ മഴയത്തു നിന്നൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ മൊട്ടുകളും ഇപ്പോൾ വള്ളി റോസൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള വള്ളി റോസ്, നല്ല പൂക്കളൊക്കെയുള്ള വള്ളി റോസ് നമുക്ക് തരാൻ പറ്റും. കണ്ടോ, ഇതുപോലെ വള്ളി റോസിൽ നിറയെ മുട്ടുകളാണേ. നമ്മുടെ പച്ച റോസ് കണ്ടോ, പച്ച റോസിലും പൂക്കളുണ്ടേ. കണ്ടോ, ഇഷ്ടം പോലെ പൂക്കളുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ വള്ളി റോസ് ഉണ്ടോ? അപ്പം നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ ശക്തമായ മഴയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.